ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പാക്കറ്റ് സേമിയ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് 2 ലിറ്ററോളം പാൽ വെച്ചെടുക്കാം കേട്ടോ. ഇനി ഈ പാൽ നന്നായിട്ട് ചൂടാക്കി കിട്ടണം. ഈ പാൽ നന്നായിട്ട് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പോളം പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി പാൽ തിളച്ച് വരണം. ഇപ്പം പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 300 ഗ്രാമോളം സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. വറുത്ത സേമിയ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത സേമിയ ആണെങ്കിൽ ഒന്ന് നെയ്യിട്ട് നന്നായിട്ടൊന്ന് വാർത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളെടുക്കുന്ന പാലിൻ്റെയും സേമിയത്തിൻ്റെയൊക്കെ അളവ് ഇതുപോലെ തന്നെ കറക്റ്റ് ശ്രദ്ധിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പം ആ ഒരു ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 6-7 ഏലക്കായ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് നമ്മളെ പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കാം. അപ്പോൾ ആ ഒരു സമയമാകുമ്പം ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റായി കിട്ടും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണയിൽ വറുത്തെടുത്ത കാഷ്യൂനട്ട്സും മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി സിമ്പിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.